ഹായ്. അപ്പം നമ്മുടെ 4 ഘട്ട എക്സാമുകൾ 10th പ്രിലിംസ് കഴിഞ്ഞു. ഈ 4 ഘട്ടങ്ങളുടെയും ഒരു കമ്പാരിസൺ ആണ് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം മാർക്ക് നിങ്ങൾ ഓരോ ഘട്ടക്കാരും എത്രത്തോളം മാർക്ക് നേടിയാൽ നമുക്ക് മെയിൻസിന് തയ്യാറെടുക്കാൻ കഴിയും എന്നൊക്കെയുള്ളൊരു എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലുള്ള ഒരു വിശകലനമാണ്. ഈ 4 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണുന്നത് എൻ്റെ വീട്ടിലിരുന്നിട്ടാണ്. ഓരോ ഘട്ടങ്ങളും കഴിയുമ്പോൾ കാണുന്നു. അതോടൊപ്പം ഇപ്പോൾ 4 ഘട്ടവും കഴിഞ്ഞതിന് ശേഷം 4 ക്വസ്റ്റ്യൻ പേപ്പറും ഒരേ സമയം നോക്കുന്നു. അതിലുള്ള ഓരോ മൊഡ്യൂളുകളും ഇപ്പോൾ എന്താണ് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 ഇങ്ങനെയുള്ള ഓരോ മൊഡ്യൂളുകൾ, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്സ്, ഇങ്ങനെ ഓരോന്നും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് 4 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയിട്ടാണ് ഈ ഒരു അനാലിസിസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലുള്ളതാണ്. അത് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കണക്കാക്കിയിട്ട്, അതായത് ഒരു ഉദ്യോഗാർത്ഥി ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പരീക്ഷ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ നിലവാരവും കാര്യവും ഒക്കെ അനുസരിച്ചിട്ടാണ് ഈ ഒരു വിശകലനം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജി കെ പോർഷൻ്റെ കാര്യം എടുക്കാം. ജി കെ പോർഷൻ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 ഇങ്ങനെ ഓരോ സ്റ്റേജിലെയും ജി കെ ചോദ്യങ്ങൾ, അതായത് 80 മാർക്കിനുള്ള ചോദ്യങ്ങൾ, ജി കെ പ്ലസ് കറണ്ട് അഫയേഴ്സ് 50 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. അതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒന്നാം ഘട്ടം നോക്കിയേ നിങ്ങൾ, ഈ ഈസി ചോദ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഏകദേശം ഘട്ടങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഈസി പ്ലസ് ആവറേജ് കൂട്ടിയിട്ട് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാം. ദെൻ ആവറേജ് പ്ലസ് ടഫ് കൂട്ടിയിട്ടും വ്യത്യാസം മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഇതല്ലായിരുന്നു എളുപ്പം നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ മൊത്തത്തിൽ 4 ഒരുമിച്ച് വിശകലനം ചെയ്യുമ്പോൾ സ്ഥിതി ഇതാണ്. നോക്കിയാൽ നിങ്ങൾ 39 ചോദ്യങ്ങൾ വളരെ ഈസി ചോദ്യങ്ങളായിരുന്നു ജി കെയിൽ സ്റ്റേജ് 1. ദെൻ അത്തരം ചോദ്യങ്ങൾ 42ഓളം ഉണ്ടായിരുന്നു സ്റ്റേജ് 2-ലെങ്കിൽ 52ഓളം ചോദ്യങ്ങൾ സ്റ്റേജ് 3-ൽ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. സ്റ്റേജ് 4-ൽ എത്രയാണത്? 42 ആണ്. അതായത് സ്റ്റേജ് 3 എന്താണ് മറ്റ് സ്റ്റേജുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എന്നുള്ളത് ഈ ജി കെയുടെ കാര്യത്തിൽ തന്നെ വ്യക്തമാണ്. ഓക്കെ, ദെൻ ആവറേജ് ചോദ്യങ്ങളുടെ കാര്യം നോക്കിയേ. ഇവിടെ ഫസ്റ്റ് സ്റ്റേജിൽ 22 ആണെങ്കിൽ അത് സെക്കൻഡ് സ്റ്റേജിൽ 24 ആണ്. തേർഡ് സ്റ്റേജിൽ ആവറേജ് ചോദ്യങ്ങൾ ഒരു 20 ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ സ്റ്റേജ് 4 എത്രയുണ്ട്? അത് 21 ചോദ്യങ്ങളുണ്ട്. തീർത്തും കഠിനമായ ചോദ്യങ്ങൾ എന്ന് പറയാവുന്നത്, അല്ലെങ്കിൽ ഈ ലെവലിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇത്തിരി കഠിനമായ ചോദ്യങ്ങൾ എന്ന് പറയാവുന്ന ചോദ്യങ്ങൾ 19 ചോദ്യങ്ങൾ സ്റ്റേജ് 1-ൽ ഉണ്ടായിരുന്നു, 14 ചോദ്യങ്ങൾ സ്റ്റേജ് 2-ൽ ഉണ്ടായിരുന്നു. പക്ഷേ വെറും 8 ചോദ്യങ്ങൾ മാത്രമേ സ്റ്റേജ് 3-ൽ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ 16 ചോദ്യങ്ങൾ സ്റ്റേജ് 4-ലും. ഇതാണ് ജി കെയുടെ മൊത്തത്തിലുള്ള ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാത്സിൻ്റെ സ്ഥിതി എന്ന് നോക്കാം. മാത്സ് നോക്കിയാൽ നിങ്ങൾ 9 ചോദ്യങ്ങൾ ഈസി, ദെൻ 8 ചോദ്യങ്ങൾ ഇവിടെ സ്റ്റേജ് 2-ൽ, 10 സ്റ്റേജ് 3-ൽ അവിടെ 10, ദെൻ സ്റ്റേജ് 4-ൽ 11. ഈ രീതിയിലാണ് മാത്സിൻ്റെ എളുപ്പ ചോദ്യങ്ങൾ. ദെൻ ബാക്കി ആവറേജ് ചോദ്യങ്ങൾ 6, 8, 8, 6 എന്നുള്ള രീതിയിലാണ്. ദെൻ ടഫ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നിങ്ങൾ 5 ക്വസ്റ്റ്യൻസ് ടഫായിരുന്നു. ടഫ് മീൻസ് ഒരു 10th ലെവൽ PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് പൊതുവെ പറയുമ്പോൾ ഇത്തിരി നിലവാരമുള്ള ചോദ്യങ്ങൾ 5 എണ്ണം, ദെൻ ഇവിടെ 3 എണ്ണം, ഇവിടെ 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ 3 എണ്ണം. അതാണ് മാത്സിൻ്റെ സ്ഥിതി. ഇനി നമുക്കിതെല്ലാം കൂടെ നോക്കിയിട്ട് മൊത്തത്തിലുള്ള സ്ഥിതി ഒന്ന് നോക്കാം. നോക്കിയേ, നിങ്ങൾ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ഈ ജി കെയും മാത്സും എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഈസി ചോദ്യങ്ങൾ 48, ഇവിടെ 50, ഇവിടെ കണ്ടോ 62, ഇവിടെ എത്ര 53. മറ്റുള്ളത് ഏകദേശം ഒരു സമാന റേഞ്ചിലും ഇത്തിരി വ്യത്യാസം ഓരോന്നും തമ്മിലുള്ള ചെറിയ ഏറ്റക്കുറച്ചിലും. അതേസമയം ഇവിടെ തേർഡ് സ്റ്റേജിൽ എന്താണ് പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസവും കാണാൻ നിങ്ങൾക്ക്. ദെൻ ആവറേജിൻ്റെ കാര്യം 28, 32, 28, 27. ദെൻ ടഫ് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം കൂടെ നോക്കണം. 24 ചോദ്യങ്ങൾ ടഫായിരുന്നു. ഇവിടെ 17 ചോദ്യങ്ങൾ ടഫായിരുന്നുള്ളൂ. ഇവിടെ 10 ചോദ്യങ്ങൾ മാത്രം, ഇവിടെ 19 ചോദ്യങ്ങൾ മാത്രം. ഇതാണ് ഇവിടെ മൊത്തത്തിലുള്ള ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഇനി ഇതിലും ഇങ്ങനെയാണെങ്കിൽ പോലും ടഫ്നെസ് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താണ്? ഈ ഒന്നാമത്തെ സ്റ്റേജിലുള്ള ആൾ അപ്രോച്ച് ചെയ്ത രീതിയിലല്ല ബാക്കിയുള്ള സ്റ്റേജുകാരെ അപ്രോച്ച് ചെയ്യുന്നത്. ഇവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ പ്രിലിംസ് പരീക്ഷകൾ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നുള്ള അനുഭവം ഉണ്ടെങ്കിൽ പോലും ഇത്തവണത്തത് എന്താണ് എന്നുള്ള സ്ഥിതി അറിയാതെ പോയിരുന്നതാണ്. അപ്പോൾ അതാണ് സ്റ്റേജ് 1-കാരെ സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു എന്താ പറയുക ടഫായിട്ട് ഫീൽ ചെയ്യും. അപ്പം അത്രയും ഇവിടുത്തെ സ്ഥിതി. ദെൻ ഇവർക്കെന്തായി? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിൽ കിട്ടി. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഐഡിയ ആയി. അതും കൂടി ബേസ് ചെയ്ത് ഇവർ പഠിച്ചു കുറച്ച് ദിവസം. അപ്പോൾ എന്താണ് കുറച്ച് അവിടെ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ആ രീതിയിൽ നോക്കുമ്പോൾ കുറച്ച് അഡ്വാൻറ്റേജ് ഇവർക്ക് കിട്ടുന്നു. ഇവർക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നു, ഇവർക്ക് 3 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നു. ഈ മൂന്നാം ഘട്ടക്കാർക്കാണെങ്കിലോ അതിൽ ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ എന്നുള്ള അഡ്വാൻറ്റേജും കിട്ടുന്നു. ഇങ്ങനെ പല സ്റ്റേജായി നടത്തും. ഇന്ന് നമ്മൾ മുമ്പേ തന്നെ ഞാൻ ഒരു വീഡിയോ പ്രത്യേകം ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഘട്ടങ്ങളായി നടത്തുകയാണെങ്കിൽ അധികം ഗ്യാപ്പ് ഇല്ലാതെ നടത്തണം, പെട്ടെന്ന് നടത്തണം, അല്ലേ? ഏകദേശം ഒരേ നിലവാരത്തിലായിരിക്കണം. ഒരു ഏരിയ എന്ന് ചോദ്യം ഇടുന്നതല്ല പറയുന്നത്, ഒരേ നിലവാരം കാത്തു സൂക്ഷിക്കണം. ഇനി ചോദ്യങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ചോദ്യ രീതികളുടെ കാര്യത്തിലും നിലവാരത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറയാം. അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളുടെ കാര്യത്തിൽ ഇവിടെ നമുക്കൊരു
ഒരു നല്ല ഉദ്യോഗാർത്ഥി നന്നായിട്ട് പഠിച്ച് ഈ ഒരു പരീക്ഷ ഇതൊരു മെയിൻ എക്സാം ആണെങ്കിൽ അല്ലേ അവിടെ ടോപ്പ് റാങ്ക് നേടണം എന്നുള്ള രീതിയിൽ പഠിച്ച ഒരു ഉദ്യോഗാർത്ഥി, അതായത് അത്രയും അത്യാവശ്യം നിലവാരമൊക്കെയുള്ള നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിക്കാണെങ്കിൽ ഈ ഈസി ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ആവറേജ് ക്വസ്റ്റ്യൻസും എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റണമല്ലോ. അങ്ങനെയുള്ള ആളാണെങ്കിൽ, കാരണം എന്താണ്, ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, സെക്രട്ടേറിയറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണെങ്കിൽ ഇത് ഫുള്ള് ആൻസർ ചെയ്യണം അല്ലേ. നമ്മളൊരു ജില്ലാതല ഒക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും കട്ട് ഓഫ് പരിഗണിക്കുന്ന സമയത്ത് ആ ആവറേജ് പ്ലസ് ഈ ഈസി പ്ലസ് ആവറേജിന്റെ ഒരു പകുതി മുക്കാലൊക്കെയാണ് പെടുത്തിയിട്ടൊക്കെയാണ് കട്ട് ഓഫ് ഏകദേശം പറയാറുള്ളത്. കുറേ ആ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് പോകും. അങ്ങനെ പോകുന്നവർ സ്റ്റേറ്റ് വൈഡ് എക്സാമിൽ പുറത്താവും. സ്റ്റേറ്റ് വൈഡ് എക്സാമിലാകുമ്പോൾ കുറച്ചുകൂടെ നിലവാരം കൂടുതലായിരിക്കും. കാരണം നമുക്കറിയാലോ മൊത്തം നോക്കുന്ന സമയത്ത് അത്രയാണ് ഉണ്ടാവും എന്നുള്ള കാര്യം. പക്ഷെ ഇവിടെ എന്താണിത്, പ്രിലിംസ് ആണ്, മെയിൻസ് അല്ല. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു കട്ട് ഓഫ് ഒരു 70-ന് കട്ട് ഓഫ് ആയിരുന്നല്ലോ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കട്ട് ഓഫ് അത് മെയിൻസിൻ്റെ കട്ട് ഓഫ് ആണ്. ഇവിടെ നമുക്ക് എന്താണിത്, പ്രിലിംസ് ആണ്, സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. മെയിൻസ് എഴുതാൻ വേണ്ടിയിട്ട് കൂടുതൽ ആളുകളെ ഇവിടെ ഉൾക്കൊള്ളിക്കും. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ ഈസി പ്ലസ് ആവറേജ് നിങ്ങൾ നേടുകയാണെങ്കിൽ സ്റ്റേജ് 1-ൽ 76 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല മികച്ച ഒരു ഉദ്യോഗാർത്ഥി, ഇപ്പോൾ ഒരു PSC ആസ്പിരന്റ് എന്നുള്ള രീതിയിൽ റാങ്കുകളൊക്കെ നേടാൻ പര്യാപ്തമായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് 76+ മാർക്ക് ഇവിടെ നേടാൻ പറ്റും. ദെൻ സ്റ്റേജ് 2 ഉദ്യോഗാർത്ഥിക്ക് 52 നേടാനും സ്റ്റേജ് 3 ഉദ്യോഗാർത്ഥിക്ക് 90 നേടിയവരും ഉണ്ടാവും. അതേപോലെ തന്നെ സ്റ്റേജ് 4 ഉദ്യോഗാർത്ഥിക്ക് 80. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കിട്ടണമെന്നല്ല, ഇതിന്റെ കുറവ് മാർക്ക് കിട്ടിയാൽ നിങ്ങളെല്ലാം മോശക്കാരെന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അത്യാവശ്യം ജോലി നേടാൻ പ്രാപ്തരായിട്ടുള്ള, നല്ല ടോപ്പ് റാങ്ക് നേടാൻ പ്രാപ്തരായിട്ടുള്ള ആളുകൾ ഈ ലെവലിലും ഇതിന് മുകളിലേക്കും സ്കോർ ചെയ്ത ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഓക്കെ, പക്ഷെ അവർ മാത്രമല്ല ലിസ്റ്റിൽ ഉൾപ്പെടുക. കാരണം എന്താണ്, ഇത് മെയിൻസ് എഴുതാൻ ഉള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ്. കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളിക്കും എന്നുള്ളത് കൊണ്ട് ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കട്ട് ഓഫ്. അതുകൊണ്ട് അത് നിങ്ങൾ പേടിക്കേണ്ട. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഏകദേശം നിങ്ങൾ ഓരോ സ്റ്റേജിൻ്റെയും കട്ട് ഓഫ് എത്രയായിരിക്കും, അല്ലെങ്കിൽ ഓരോ സ്റ്റേജിനല്ല കട്ട് ഓഫ്, പക്ഷെ നിങ്ങൾ എഴുതിയ മാർക്ക് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾ പെടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രീതി പറയാം. അല്ലാതെ നമുക്ക് കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ മാർക്ക് നോർമലൈസേഷൻ ഒക്കെ നടത്തിയിട്ട് വരുന്നതാണ്, PSCയുടെ നോർമലൈസേഷൻ ആണ്, അപ്പോൾ എന്താവും എന്നുള്ള സ്ഥിതിയൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ സ്റ്റേജ് 1 നോക്കി നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അല്ലെങ്കിൽ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് എന്ന് പറയാവുന്നത് 19ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സ്റ്റേജ് 2-ൽ 18 ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റേജ് 3-ൽ അത് 11 ഉള്ളൂ. സ്റ്റേജ് 4-ൽ അത് 5 ഉള്ളൂ. അതുകൊണ്ടാണ് സ്റ്റേജ് 4 അല്ലേ കുറച്ച് താരതമ്യേന കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നെങ്കിൽ പോലും അവിടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിന്റെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളൊരു വസ്തുതയും 3 ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിൽ വന്നിട്ടുണ്ട് എന്നുള്ള വസ്തുതയൊക്കെ പരിഗണിക്കപ്പെടുന്നുണ്ട്, സംഭവം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ടേബിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം കാണുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോർമലൈസേഷൻ നടത്തുന്ന സമയത്ത് പരിഗണിക്കപ്പെടാത്ത കുറേ ഘടകങ്ങളുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കുറേ ഘടകങ്ങളുണ്ട് അല്ലെ. ഈ അവസാന ഘട്ടങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ഏരിയകൾ ആവർത്തിച്ച് വരുന്നു, അല്ലെങ്കിൽ ചോദ്യങ്ങൾ തന്നെ എത്രയോ ചോദ്യങ്ങൾ ഇപ്പോൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്ന അഡ്വാൻറ്റേജ്, അതേപോലെ തന്നെ ചോദ്യപേപ്പറുകളുടെ നിലവാര വ്യത്യാസത്തിലൂടെ കിട്ടുന്നത്, ചോദ്യ പാറ്റേണുകൾ അല്ലെങ്കിൽ ഈ സമയം മെനക്കെടുന്ന ചോദ്യങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന അന്തരം, ഇങ്ങനെ പല ഘടകങ്ങളും പരിഗണിക്കപ്പെടാതെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്ത് തന്നെയായാലും നോർമലൈസേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക എന്നുള്ളത് നമുക്ക് ഇപ്പം മുൻകൂട്ടി പറയാൻ പറ്റില്ല. പിന്നെ ക്വസ്റ്റ്യൻ ഡിലീഷൻ അല്ലേ, പല ഘട്ടങ്ങളിലെയും ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ഫൈനൽ കീ വരുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും അവസാന ഘട്ടത്തിൻ്റെ അടക്കം വരുന്ന സമയത്ത് അതിലും മാറ്റങ്ങൾ ഉണ്ടാവും. എന്നിരുന്നാലും നമുക്കിപ്പോൾ നിങ്ങൾ ഈ ഒരു പരീക്ഷ ഓരോ ഘട്ടങ്ങളും എഴുതിയ ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എഴുതിയ ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ 62-ന് മുകളിൽ മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ വേറെ ഒന്നും ചിന്തിക്കാതെ എന്ത് ചെയ്യാം, മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകളുടെ മെയിൻസ് എഴുതാനുള്ളവരുടെ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടാനാണ് സാധ്യത. അപ്പോൾ 62-ന് മുകളിൽ എന്തായാലും ഉണ്ടാവും. ദെൻ അത് അവിടെ നിന്നും ഒരു -5 എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. കാരണം കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ ഉള്ളൊരു സാധ്യത, കാരണം നോർമലൈസേഷൻ വരുമ്പോഴുള്ള പരാതികൾ പരിഹരിക്കാനൊക്കെ വേണ്ടിയിട്ട് PSC അങ്ങനെ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുമ്പോൾ കുറച്ച് വലിയ ലിസ്റ്റ് ഇടുന്ന ഒരു സവിശേഷത നിങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ഏതായിരുന്നു LSC സെക്രട്ടറി അല്ലേ, അങ്ങനെയുള്ള പരീക്ഷകളുടെ ഒക്കെ ലിസ്റ്റ് ഇടുന്ന സമയത്ത് ഡിഗ്രി ലെവൽ പരീക്ഷ ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത ആളുകൾ പോലും അതിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ മറ്റുള്ള LD ക്ലർക്ക് പോലെയുള്ള പരീക്ഷകൾക്ക് നോക്കിക്കൊണ്ടിരുന്ന ആളുകൾ പോലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതുകൊണ്ടാണ്, ഈ പറഞ്ഞ ഒരു പരാതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കാത്തിരിക്കുന്ന ആളുകൾ ഇതങ്ങ് ഒഴിവായി പോകുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് വലിയ ലിസ്റ്റ് ഇടാനുള്ള ഒരു സാധ്യത ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇത്തിരിയുടെ മാർക്ക് കുറഞ്ഞവരും കൂടെ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ദെൻ സ്റ്റേജ് 2 എഴുതിയവർ 66-ന് മുകളിൽ നേടിയവർ ഒന്നും ചിന്തിക്കേണ്ടതില്ല. സ്റ്റേജ് 3-ൽ 76-ന് മുകളിൽ എഴുതിയവർ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ദെൻ സ്റ്റേജ് 4-ൽ 66+.
ഓക്കെ, അതിന് മുകളിൽ നേടിയവർ ഒന്നും ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതിന് അർത്ഥം അതിൻ്റെ താഴോട്ട് മാർക്കുള്ളവർക്ക് ഒരു സാധ്യതയില്ല എന്നുള്ളതല്ല അല്ലേ. ഈ ഒരു -5 എന്നുള്ള ഒരു സാധ്യത കൂടെ നമുക്ക് അവിടെ ചിന്തിക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് വലിയ ലിസ്റ്റാണ് ഇടാനുള്ള സാധ്യത. അപ്പോൾ നമുക്ക് ആ ഒരു മാർക്ക് കൂടെ കുറഞ്ഞിട്ടുള്ള ഒരു മാർക്ക് നിങ്ങൾക്ക് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇനി അത് അല്ലാതെ തന്നെ റിസർവേഷൻ കാറ്റഗറികൾ SC ST OBC മറ്റ് റിസർവേഷൻ കാറ്റഗറികൾ ഇവർക്കൊക്കെ എന്ത് ചെയ്യും, ഈ പറയുന്ന അടുത്ത ഘട്ടം പരീക്ഷ കഴിയുമ്പോൾ അതിൽ പ്രാതിനിധ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ആളുകളെ അധികമായിട്ട് ഉൾപ്പെടുത്തും. ഈ പരീക്ഷ കഴിയുന്ന സമയത്ത് ഇത്തരം റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നുള്ള ആൾ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേകം മാർക്ക് ഇതിൽ കൊടുക്കില്ല. പക്ഷെ എന്താണ്, കുറച്ചുകൂടെ മാർക്ക് താഴ്ത്തിയിട്ട് കുറച്ച് പേരെ കൂടെ ലിസ്റ്റിലേക്ക് അയറ്റും. അങ്ങനെ ആകുമ്പോൾ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഈ മാർക്കിനേക്കാളും അല്ലേ, ഇവിടെ ഈ മാർക്ക് കുറയുന്ന അതിനേക്കാളും ചിലപ്പോൾ കുറവുള്ള ആളുകളും പെട്ടേക്കാം എന്നുള്ളതാണ്. ഇനി നോർമലൈസേഷനിൽ PSC എന്ത് ചെയ്യും എന്നുള്ളതിനനുസരിച്ചിരിക്കും ബാക്കി മറ്റുള്ള കാര്യങ്ങൾ. ഈ ഒരു പ്രത്യേകത അനുസരിച്ച് അല്ലേ മറ്റ് ആളുകൾക്ക് മാർക്ക് കൂടുകയും അല്ലേ ഇവർക്ക് കുറയുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടുള്ളൊരു നോർമലൈസേഷനാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ ആവുമ്പോൾ കട്ട് ഓഫ് വരുന്ന മാർക്കും നിങ്ങളുടെ മാർക്കൊക്കെ നോക്കുമ്പോൾ വലിയ അന്തരം ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ മാർക്ക് വെച്ച് ചിന്തിക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും ഒരു ഏകദേശ സാധ്യത എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം വലിയ ലിസ്റ്റ് ആവട്ടെ എന്നും നിങ്ങൾക്കൊക്കെ മെയിൻസ് എഴുതാനുള്ള ഒരു അവസരം കിട്ടട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് ബൈ.